ഹായ് മക്കളെ, ഇപ്പോൾ SSLC കുട്ടികളുടെ ഇടയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ SSLC പരീക്ഷയ്ക്ക് എന്തൊക്കെയൊക്കെ മാറ്റങ്ങൾ വരികയാണ്. ഇനി അങ്ങോട്ട് എന്താണ് നമ്മൾ കുറേ ആൾക്കാർ തോക്കുമെന്ന് മാത്രമല്ല A+ ഒക്കെ കിട്ടാൻ ഭയങ്കര പണിയാണ് എന്നൊക്കെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് പുതിയ മാറ്റം SSLC വിദ്യാർത്ഥികൾക്ക് പണിയാവും. നമുക്ക് നോക്കാം. എടാ, എന്താ അവിടെ സംഭവിക്കുന്നത്? ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ SSLCയുടെ ആ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തെക്കുറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയണം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, മാത്സ് സബ്ജക്റ്റ് എടുക്കാം. മാത്സ് സബ്ജക്റ്റിൽ ശരിക്കും 100 മാർക്കാണ് മൊത്തത്തിലുള്ളത്. ഓക്കെ, 100 മാർക്ക് എന്ന് പറയുമ്പോൾ അതിൽ 80 മാർക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്കും 20 മാർക്ക് നിങ്ങളുടെ CE ആണ്, ഇന്റേണൽ മാർക്കുമാണ്. അതിപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, ഫിസിക്സിലാവുമ്പോൾ എന്താ 50 മാർക്ക് ആണ് മൊത്തത്തിൽ ഉണ്ടാവുക, 40 മാർക്ക് പരീക്ഷയും 10 മാർക്ക് ഇന്റേണലും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ 50 മാർക്ക് എത്താം. അപ്പം ഇവിടെ എന്താ സംഭവിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റേണൽ മാർക്ക് എന്താ ഒരുവിധം എല്ലാ സ്കൂളും എല്ലാ കുട്ടികൾക്കും ഫുള്ള് കൊടുക്കുക. കാരണം വളരെ അപൂർവമായിട്ട് എന്താണ് നിങ്ങൾ അത്രയ്ക്കും ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ നിങ്ങൾ ഈ മാർക്ക് കുറക്കാറുള്ളൂ. അപ്പം ഈ 20ഉം ഇതിലെ ഈ 10 ഓൾമോസ്റ്റ് ഷുവറാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഗ്രേഡ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് A+ കിട്ടാൻ വേണ്ടത് 100ൽ 90 മാർക്കാണ്, അല്ലെങ്കിൽ 90%. ഓക്കെ, അതിൽ ഓൾറെഡി 20 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 20 കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആകെ വേണ്ടത് എത്രയാ, 70 മാർക്കാണ്. ഏത്, ഈ എഴുത്തു പരീക്ഷയിൽ. അതായത് 80 മാർക്കിൽ 70 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് A+ കിട്ടും. മിനിമം 70 കിട്ടണം, കാരണം CE 20 കിട്ടും എന്നുള്ളത്. അത് ഇതേപോലെ എന്താ പറയുക, 50 മാർക്കിൻ്റെ പരീക്ഷയിലാണോ 45 മാർക്കാണ് A+ വേണ്ടത്. ആൻഡ് 10 ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഈ 40 മാർക്കിൽ നമുക്ക് വേണ്ടത് എത്രയാ, 35 മാർക്ക് കിട്ടിയാൽ നമുക്ക് A+ കിട്ടും. ഓക്കെ, A+ൻ്റെ കാര്യത്തിൽ ഇതാണ് സ്ഥിതി. ഇനിയോ നമ്മൾ ജയിക്കോ തോക്കോ എന്നുള്ളതിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിക്കണമെങ്കിലും തോക്കണമെങ്കിലും 100ൽ എന്ത് ചെയ്യണം, 30 മാർക്ക് വേണം. 30 മാർക്കിൻ്റെ നിങ്ങൾ ജയിക്കുന്ന 30%. അതിലെന്താണ് ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി, 20 CEയിൽ അവർ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആകെ 10 മാർക്ക് മതി. അതായത് 80 മാർക്ക് പരീക്ഷയിൽ 10 മാർക്ക് കിട്ടിയാലും എന്താണ്, അവനും ജയിക്കുമായിരുന്നു. ഇത്രയും കാലം D+ ഗ്രേഡും നമുക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, ഇനിയോ 40 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ആകെ ജയിക്കാൻ വേണ്ടത് 50 മാർക്കിൻ്റെ സബ്ജക്റ്റുകൾ ആകെ ജയിക്കാൻ വേണ്ടത് 15 മാർക്കാണ്. അതിൽ ഈ 10 മാർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, പിന്നെ നമുക്ക് ആകെ വേണ്ടത് 5 മാർക്ക്. അതായത് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ നമുക്ക് വേണ്ടത് 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ, നമ്മൾ ജയിക്കായിരുന്നു. അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 10ഉം 40ൽ 5ഉം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജയിക്കായിരുന്നു. ആൻഡ് ഓരോ ഗ്രേഡുകളും വേണേൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. ഓക്കെ, അതായത് നമുക്ക് CEയിൽ ഫുൾ മാർക്ക് കിട്ടുന്നതാണെങ്കിൽ എന്താണ്, നമുക്ക് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 35 മാർക്ക് കിട്ടിയാൽ നമുക്ക് A+ ആണ്. 80ൽ 70 കിട്ടിയാലും അതേപോലെ ഇവിടെ തോൽക്കാൻ അല്ല ജയിക്കാൻ ആകെ വേണ്ടത് 5ഉം 10ഉം ആണ്. ബാക്കി ഓരോ ഗ്രേഡും ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കാം, ഭാവിയിൽ ആവശ്യപ്പെടും. ഇപ്പം B+ ആണ്, എത്ര മാർക്ക് വേണമെന്ന്. സാർ ഇതിൽ മാറ്റം വരുമോ എന്നുള്ളതിൽ ഇതിലാകെ മാറ്റം വന്നു. ഇവിടെ ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. എന്താണ് ഇവിടെ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാറ്റം വന്നത്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ 30% മാർക്ക് മതി. പക്ഷേ അതെന്താണ്, CEയും കൂട്ടിയിട്ടുള്ളത് 30% പോരാ. പകരം എന്താണ്, എഴുത്തു പരീക്ഷയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 30 മാർക്ക് നേടണം. അതായത് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ എന്താണ് 30% മാർക്കല്ല കേട്ടോ, 30% ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ആ 30% നിങ്ങൾ നേടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് 12 മാർക്ക് കിട്ടണം. എന്നാലേ നിങ്ങളെ പാസ്സാക്കുള്ളൂ. അതായത് 5 മാർക്കിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 12 മാർക്ക് കിട്ടണം. അതേപോലെ തന്നെ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 30% എന്ന് പറഞ്ഞാൽ 24 മാർക്കാണ്. അതായത് 10 മാർക്കിന് പകരം നമുക്ക് 24 മാർക്ക്, 14 മാർക്കിൻ്റെ വ്യത്യാസം വന്നിട്ട് ഇതാണ് പുതിയ ചേഞ്ച്. മനസ്സിലായില്ലേ? മുമ്പ് CE അടക്കം എന്ത് ചെയ്താൽ മതിയായിരുന്നു, 30% മതിയായിരുന്നു. ഇപ്പം അത് പോരാ, എഴുത്തു പരീക്ഷയിൽ തന്നെ 30% വേണം.
അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ തോൽക്കുന്ന കേസ് മാത്രമേ എന്തുള്ളൂ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ്. 70 മാർക്ക് 90% തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് A+ലേക്ക് വേണ്ടത്. ആൻഡ് 70 മാർക്ക് കിട്ടി 20 മാർക്ക് സിയിലുണ്ട്, നിങ്ങൾക്ക് A+ ഉണ്ട്. അതിലൊന്നും വ്യത്യാസമില്ല, ഒരു സംഭവത്തിലും വ്യത്യാസമില്ല. പക്ഷെ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ മുകളിൽ വാങ്ങിയിട്ട് പാസ്സാവാൻ പറ്റും എന്നുള്ളത് പോയി 12 മാർക്ക് തന്നെ വാങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, സംഭവം ക്ലിയർ ആയില്ലേ? ബാക്കി ഒരു ഗ്രേഡിന് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അതെന്താ ഞാൻ കാണിച്ചു തരാം. അതായത് ശരിക്കും ഇത്രയും കാലം എന്താണ് 40 മാർക്ക് 40%, അതായത് സി ഗ്രേഡ് നമുക്ക് കിട്ടണമെങ്കിൽ 10 മാർക്കും 20 മാർക്കും മതിയായിരുന്നു 40ൻ്റെയും 80ൻ്റെയും ഇതിൽ. പക്ഷെ ഓൾറെഡി ഇനി എന്താണ്, ഇനി നമുക്ക് 12 മാർക്ക് മിനിമം വേണം. അപ്പോൾ ഈ 12 മാർക്കും അതേപോലെ 24 മാർക്കും വാങ്ങിയ കുട്ടിക്ക് എന്തായിരിക്കും ഈ ഗ്രേഡിൽ ഉണ്ടാവുക. കാരണം 15 30 എത്തിയാലാണ് ഈ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ സിയിലാണ് ഉണ്ടാവുക. 15 30 എത്തിയാലാണ് എന്ത് സംഭവിക്കുക, C+ലേക്ക് പോകുക അല്ലേ. അപ്പം ഒരു കുട്ടിക്ക് 12 മാർക്ക് ഇനി എന്തായാലും വാങ്ങും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ D+ഉം Dയും ഇനി എന്താണ് തോറ്റതിന് തുല്യമാവാനുള്ള സാധ്യത. അപ്പം പല പരീക്ഷയിലും ഞാൻ കണ്ടു 2 ഗ്രേഡൊക്കെ തോറ്റതിനുള്ള, അത് D+ എന്ന് പറയുന്നത് തോറ്റു, D എന്ന് പറഞ്ഞാൽ നീ തോറ്റു എന്നുള്ള രീതിയിലേക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇത് മൊത്തം D+ എന്നുള്ള ഗ്രേഡ് അല്ലെങ്കിൽ D എന്നുള്ള ഗ്രേഡ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ താഴെയുള്ളതൊക്കെ തോറ്റു എന്നുള്ള ഒറ്റ D+ ആക്കേണ്ടി വരികയായിരിക്കും. മേലോട്ടേക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ ഇതിന് നിങ്ങൾ ടെൻഷനോട് എടാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്? അല്ലല്ലോ, നിങ്ങൾ A+നൊക്കെ വേണ്ടിയിട്ടല്ലേ. അതായത് 5 മാർക്കും 12 മാർക്കൊന്നും നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ലേശം ഒന്ന് മനസ്സ് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അതായത് ഇപ്പം 99 എത്രയോ ശതമാനം ജയിക്കുന്നുണ്ട്. അതിൽ തോറ്റ കുട്ടികൾ ഭൂരിഭാഗം നോക്കിയാൽ പരീക്ഷ എഴുതാൻ പറ്റാത്ത കുട്ടികൾ അസുഖങ്ങളൊക്കെ കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക വൈകല്യമുള്ള ആൾക്കാരാ. അതായത് നോർമലി ഉള്ള എല്ലാ ആൾക്കാരും ജയിക്കാറുണ്ട്. ഈ 12 വെച്ചാൽ എന്താണ്, 24 വെച്ചാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇനി 12 അല്ല 20 ആണെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങളെ കൂടെ എന്താണ് എജ്യൂപോർട്ട് ഇനിയുള്ള ഈ ഒരു വർഷം മുഴുവൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മതി. കട്ടൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടാവും. ഇവർ എത്ര മാർക്ക് വെച്ചാലും നമ്മൾ പുഷ്പം പോലെ ചാടിക്കിടക്കും. ശരി.